അമ്മയുടെ പായസം സൂപ്പറാ. ഈ പായസത്തിന് കുറച്ച് ടേസ്റ്റ് കൂടും. അതെന്താ? ഇത് അവന്തിക തോറ്റതിന്റെ പായസം. അവരുടെ കാര്യം പറയില്ല ഏട്ടാ. കുടിച്ചുകൊണ്ടിരിക്കുന്ന പായസത്തിന്റെ മധുരം മാറി കയ്പായി പോവും. നിന്റെ ചേച്ചി എങ്ങനെ പുച്ഛിക്കാതെ? അവരെന്റെ ആരുമല്ല. എനിക്കാകെ കൂടപ്പറപ്പുകളെന്ന് പറയാൻ നിങ്ങളെ ഉള്ളൂ. പിന്നെ ഈ സന്തോഷം ഇങ്ങനെ പായസത്തിൽ മാത്രം ഒതുക്കുന്നത് ശരിയല്ല. നമുക്കിത് ഗംഭീരമായിട്ട് ആഘോഷിക്കണം. എന്നാലേ ഒരാട്ടിപൊളി ഐഡിയ ഉണ്ട്. ഇന്നത്തെ ഡിന്നർ നമുക്ക് പുറത്തുനിന്നായാലോ? അതെ. ഇന്നത്തെ അത്താഴത്തിലുള്ള എല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് വേണ്ട. അതൊക്കെ എടുത്ത് ഫ്രിഡ്ജ് വെച്ചാ പോരെ അമ്മേ, നാളെ എടുക്കാലോ. ശരി. അതൊന്നും പറ്റത്തില്ല. ഉണ്ടാക്കിയതല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ടേ പുറത്തു പോയി കഴിക്കുന്ന ഏർപ്പാടൊന്നും ശരിയല്ല. അതെ, അത് അമ്മ പറഞ്ഞ ശരി. അപ്പോ നാളെ ഡിന്നർ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. അതായിക്കോട്ടെ. ഓക്കെ. എത്രയായി? 100 രൂപ. സമൃദ്ധ വന്നിട്ട് ഒത്തിരി നേരമായോ? ഇല്ലില്ല, ഞാൻ വന്നതേ ഉള്ളൂ. വാ. വ്രതമൊക്കെ കറക്റ്റ് ആണല്ലോ അല്ലേ? ജീവിതത്തിൽ ഇതുവരെ മാഡം ഇങ്ങനൊരു വ്രതം എടുത്തിട്ടില്ല. രാവിലെ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. അതെന്തായാലും നന്നായി. വഴിപാടൊക്കെ തീരുന്നവരെ ജലപാനം പോലും പാടില്ലെന്നാ പറയുന്നത്. എത്ര ദാഹം എനിക്ക് സഹിക്കാൻ പറ്റും, പക്ഷേ എന്റെ മോളെ നഷ്ടപ്പെടുന്നത് സഹിക്കാൻ എനിക്ക് പറ്റില്ല. അവൾക്ക് വേണ്ടി ഇത് മാത്രമല്ല, എന്റെ പ്രാണൻ പറിച്ചിവിടെ സമർപ്പിക്കേണ്ടി വന്നാലും അത് ഞാൻ ചെയ്യും. ഇവൾക്ക് ചിപ്പിമോളോട് ഇത്രയ്ക്ക് സ്നേഹമാണോ? ആ മോളുടെ കാര്യത്തിൽ എനിക്ക് സഹതാപമുണ്ട്. പക്ഷേ ഞങ്ങളുടെയൊക്കെ ജീവിതം തകർത്തെറിയുമ്പോൾ ഒരിക്കലും നീ ഓർത്തിട്ടുണ്ടാവില്ല. ആ പാപം തീരാൻ ഇതുപോലെ അഗ്നികാവടി എടുക്കേണ്ടി വരുമെന്ന്. അവന്തിയെ, ഈ പാപത്തിന്റെ തീയിലൂടെ ഞാൻ തന്നെ നിന്റെ കൈ പിടിച്ച് നടത്തും. തിരുമേനി, ഇന്നത്തേക്ക് കുറച്ച് പരിഹാരക്രിയകൾ എഴുതിയിരുന്നു. ആരാ വഴിപാടുകൾ നടത്തുന്നത്? ഞാനാണ്. തിരുനടയിൽ നിന്ന് നന്നായി തൊഴുതിട്ട് ആ പീഠത്തിലോട്ടിരുന്നുള്ളൂ.